ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് ആണോ എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണണം. ഇത് നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും, പഠിത്തത്തിന്, നിങ്ങളുടെ എൻജോയ്മെൻറ്റിന് എല്ലാതും. അപ്പോൾ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ഫസ്റ്റ് ടൈം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ 3ാം ക്ലാസ്. ഒന്നാമത്തെ ചോദ്യം ഒരു കഥ പറയലായിരുന്നല്ലോ അല്ലേ. ടീച്ചർ നിങ്ങളോടൊരു കഥ പറഞ്ഞു, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്? യുവർ ടീച്ചർ വിൽ റീഡ് ഔട്ട് എ സ്റ്റോറി ഫോർ യു. Listen carefully and answer the following questions. Who got trapped in the nest? Who got trapped in the net? ഇപ്പോൾ നിങ്ങൾക്ക് ആ കഥ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. ഒരു സിംഹം വലയിൽ കുടുങ്ങി, ആ സിംഹത്തിനെ രക്ഷിച്ചത് ആരാണ്? ഒരു റാറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. റാറ്റ്, മൗസ് എന്നാണ് നമ്മുടെ ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക്. സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് മൗസ്. അപ്പോൾ ഹു ഗോട്ട് ട്രാപ്ഡ് ഇൻ ദ നെറ്റ് എന്നുള്ളതിന് എന്താണ്? എ ലയൺ. ഓപ്ഷൻ ബി, എ ലയൺ. ഡാഷ് സോ ദ ലയൺ ഇൻ ദ നെറ്റ്. ആരാണ് സിംഹത്തിനെ നെറ്റിൽ കണ്ടത്? ആരാണ്? മൗസ്. ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു. ഹു സെഡ് ദിസ്? ആരാണിത് പറഞ്ഞത്? മൗസ്. ദ സ്റ്റോറി ടെൽസ് അബൌട്ട് ഡാഷ്. ടെൽസ് അബൌട്ട് ഹോബീസ്, tells about greed, tells about fear, tells about helping others. എന്താണ്? ഹെൽപ്പിംഗ് അതേഴ്സ്. അതിൽ ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. നമ്മളെപ്പോഴും എഴുതുന്ന പോലെ തന്നെ ആ സ്റ്റോറിക്ക് പറ്റിയ ടൈറ്റിൽ എന്താ നിങ്ങൾ എഴുതിയത്? ദ ലയൺ ആൻഡ് ദ മൗസ് അല്ലേ. നെക്സ്റ്റ്, ഇനിയും ഒരു പാസേജ് വായിക്കലാണ്. അത് നിങ്ങൾ തന്നെ വായിക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ടീച്ചർ വായിച്ചു തന്നിരുന്നോ? ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് ചിലപ്പോൾ വായിച്ചു തന്നിട്ടുണ്ടാവും അല്ലേ. റീഡ് ദ പാസേജ് കെയർഫുള്ളി. ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എ ലിറ്റിൽ ബേർഡ് lived in a tree. It had a small nest with 2 eggs. Every day the mother bird sat near the nest and watched her eggs. She dreamed of seeing her baby birds. She always sat on the eggs and kept the eggs safely. At last, the eggs hatched and 2 tiny birds came out. The mother bird was very happy. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്ന് വന്നിട്ടുള്ള ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വായിച്ചത് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. വാട്ട് വാസ് ഇൻ ദ നെസ്റ്റ്? വാട്ട് വാസ് ഇൻ ദ നെസ്റ്റ്? എന്താണ് നെസ്റ്റിലുള്ളത്? 2 eggs അല്ലേ. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. 2 leaves, 2 birds, 2 eggs, 2 fruits. അപ്പോൾ 2 eggs. മദർ ബേർഡ് സാറ്റ് നിയർ ദ നെസ്റ്റ് ആൻഡ് എന്താണ് മദർ ബേർഡ് നെസ്റ്റിൻ്റെ അടുത്തിരുന്ന് ചെയ്തിരുന്നത്? വാഷ്ഡ് ഹെർ എഗ്സ്. വാഷ്ഡ് ഹെർ എഗ്സ്. Find the bird from the story, which means a shelter for birds. But shelter for birds എന്നതിന് പകരമായിട്ട് നമ്മുടെ സ്റ്റോറിയിൽ ഉപയോഗിച്ച വേർഡ് നെസ്റ്റ്. She always sat on the eggs and എപ്പോഴും മുട്ടയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് അവൾ എന്താണ് ചെയ്യുന്നത്? kept the eggs safe. kept the eggs safe. At last the eggs hatched and അവസാനം മുട്ടകൾ വിരിഞ്ഞു. എന്നിട്ട് എന്തുണ്ടായത്? 2 tiny birds came out. 2 tiny birds came out. Activity number 3, sequence the events. കുറച്ച് ഇവൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 6 ഇവൻസ് ആണ്. ഇതെന്ത് ചെയ്യണം? നമ്മൾ ഓർഡറിലാക്കണം. അപ്പോൾ ഇതിൽ ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി.
സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ കവിതയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇവന്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ നമ്മൾ എഴുതിയിട്ടുമുണ്ട്. ഇനി ഇതിൽ രണ്ടാമതായിട്ട് എന്താണ് നടന്നത്? ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. 2 അതിന് ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി മൂന്നാമതായിട്ട് എന്താ ഇവിടെ ഉള്ളത്? ക്ലാപ്പ് ചെയ്യുന്നത് കണ്ടോ അല്ലേ? അപ്പൊ ആ വേർഡ് നോക്കാം, ആ വാക്ക് നോക്കാം. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ഓക്കെ. ഇനി ഫോർത്ത് എന്താണ്? ഫോർത്ത്, സാഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദ സ്റ്റേജ്. ഇതാണ് 4. അപ്പൊ അത് നമ്മളിവിടെ എഴുതുക. 5 എന്താണ്? കവിതാസ് ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇനി അടുത്തത് 6, അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. ഇതുപോലെ ഈ സീക്വൻസ് ഈ ഇവന്റ്സിൽ ഫില്ല് ചെയ്യണം. ഓക്കെ. 3 കഴിഞ്ഞാൽ പിന്നെ 4. ആക്ടിവിറ്റി നമ്പർ 4 എ എന്താണ്? പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ഇതിൽ ആക്ടിവിറ്റി നമ്പർ എയിൽ എയും ബിയും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എയും ബിയും എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4 പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾ കണ്ടോ, കവിതയുടെ വീടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ? നമുക്ക് നോക്കാം. കവിത ലിവ്ഡ് ഇൻ എ ടെന്റ്. കവിതാസ് മദർ കുക്ക്ഡ് ഫുഡ് അണ്ടർ ദ ട്രീ. കവിത ഹെൽപ്ഡ് ഹെർ മദർ. അനുപമ ടീച്ചർ വിസിറ്റ്സ് കവിത. ലുക്ക് അറ്റ് ദ പിക്ചർ, റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ പിക്ചർ. ഓക്കെ. ഡിസ്ക്രിപ്ഷൻ എങ്ങനെ നമുക്ക് എഴുതാം? ഇതിൽ കാണുന്നതൊക്കെ നമുക്ക് ഇവിടെ എഴുതിയാൽ മതി. അതാണ് ഈസി ആയിട്ട് അങ്ങനെ നമുക്ക് എഴുതിക്കോളാം കേട്ടോ. എഴുതിക്കോളൂ. ഏതൊക്കെയാണ്? ദിസ് ഈസ് എ പിക്ചർ ഓഫ് കവിതാസ് ഹൗസ്. ഇത് കവിതയുടെ വീടിന്റെ പിക്ചറാണ്. ഇറ്റ് ഈസ് എ ടെന്റ്. ഹെർ മദർ ഈസ് കുക്കിംഗ് ഫുഡ് അണ്ടർ ദ ട്രീ. എ ബേബി ഈസ് സ്ലീപ്പിംഗ് എ ക്രാഡിൽ which tied on the tree. There is a dog near Kabida. Teacher is talking to Kabida. ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4 ബി കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷന് നമുക്ക് കുറച്ചൊക്കെ തന്നിട്ടുണ്ട്, ബാക്കി ഫില്ല് ചെയ്താൽ മതി. ലുക്ക് അറ്റ് ദ പിക്ചർ. പ്രിൻസസ് ജൂലിയ വാസ് ടോക്കിംഗ് ടു ദ ഗോൾഡ് ഫിഷ് അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത്ഡേ പാർട്ടി. ബർത്ത്ഡേ പാർട്ടിയിൽ പ്രിൻസസ് ജൂലിയ നമ്മുടെ ഗോൾഡ് ഫിഷിനോട് സംസാരിക്കുകയാണ് ഇവിടെ. റൈറ്റ് എ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. നമുക്കിവിടെ ഇഷ്ടമുള്ള കോൺവെർസേഷൻ എഴുതാട്ടോ. പക്ഷെ ഇവിടെ തന്നതിന്റെ ബാക്കിയായിട്ടാണ് നമുക്കിവിടെ കോൺവെർസേഷൻ എഴുതേണ്ടത്. ഓക്കെ. ഗോൾഡ് ഫിഷ്. ഹായ് പ്രിൻസസ്, യു ലുക്ക് പ്രിറ്റി. പ്രിൻസസ്, ഓ താങ്ക് യു. അവിടെ എന്താവും പ്രിൻസസ് പറയാ? ഓ താങ്ക് യു. ഗോൾഡ് ഫിഷ്, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പ്രിൻസസ്. അപ്പൊ പ്രിൻസസ് ചോദിക്കുന്നു, വാട്ട് ഈസ് ദർ ഇൻ ദ ഗിഫ്റ്റ് ബോക്സ്? വാട്ട് ഈസ് ദർ ഇൻ ദ ഗിഫ്റ്റ് ബോക്സ്? ഗോൾഡ് ഫിഷ് അപ്പൊ എന്താ പറയുന്നത്? ഗോൾഡ് ഫിഷിന് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലുണ്ടെന്ന് പറയാട്ടോ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ലാമ്പ്. ഇതൊരു നല്ല ഭംഗിയുള്ള വിളക്കാണ് എന്നാണ് അവൻ പറയുന്നത്, ഗോൾഡ് ഫിഷ് പറയുന്നത്. പ്രിൻസസ് ചോദിക്കുകയാണ്, അപ്പോൾ വിൽ ആൾ അവർ ഫ്രണ്ട്സ് കം? നമ്മുടെ എല്ലാ ഫ്രണ്ട്സും വന്നുവോ? ഗോൾഡ് ഫിഷ്, യെസ് ആൾ അവർ ഫ്രണ്ട്സ് കെയിം. ഇപ്പൊ പ്രിൻസസ് പറയാണ്, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. എന്നാൽ നമുക്ക് പാർട്ടി തുടങ്ങാം. കോൾ അവർ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കൂ. അപ്പൊ ഗോൾഡ് ഫിഷ്, ദേ ആർ ആൾ ഹിയർ പ്രിൻസസ്. അവരെല്ലാവരും ഇവിടെയുണ്ട് പ്രിൻസസ് എന്നാണ് പറയുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 5 സോൾവ് ദ പസിൽ. ഒരു പസിൽ തന്നിട്ടുണ്ട് അല്ലേ? പസിൽ സോൾവ് ചെയ്യാണ് വേണ്ടത്. കവിത വാണ്ടഡ് ടു പ്രിപ്പയർ എ വേർഡ് പസിൽ ഫോർ ദ ഇംഗ്ലീഷ് ക്ലാസ്. സാഷ ഹെൽപ്സ് കവിത ടു കംപ്ലീറ്റ് ഇറ്റ്. ഹെൽപ്പ് ദം ടു കംപ്ലീറ്റ് ദ പസിൽ. ഇനി നിങ്ങളോടും അവരെ ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം തന്നെ താഴേക്കുള്ളതാണ്, ഡൗണിലേക്കുള്ളതിന്റെ ക്ലൂ ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ലെറ്റർ എച്ച് ഉണ്ട്, ഇടയിലൊരു പി ഒക്കെ കാണുന്നുണ്ട്. നോക്കാം. വി ഗോ ടു ദ ഡാഷ് ടു കൺസൾട്ട് ദ ഡോക്ടർ. നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ എങ്ങോട്ടാണ് പോവുക? ഇങ്ങോട്ടാ, ഹോസ്പിറ്റൽ. അപ്പൊ നമ്മളിവിടെ ഹോസ്പിറ്റൽ എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ്, കോമൺ ടേം യൂസ്ഡ് ഫോർ ഫാദർ ആൻഡ് മദർ ടുഗദർ. അച്ഛനും അമ്മയും എന്നുള്ളതിന് നമ്മൾ
ഏത് വേർഡാണ് ഉപയോഗിക്കുന്നത്? ഏത് വേർഡാണ്? പാരന്റ്. PARENTS, പാരന്റ്സ്. മൂന്നാമത്തെ, ഡ്രസ് ദാറ്റ് യു വെയർ ടു സ്കൂൾ. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സ് ഏതാണ്? യൂണിഫോം. ഇതിവിടെ 3 താഴോട്ട് എഴുതണം. യൂണിഫോം. നെക്സ്റ്റ്, അക്രോസ്. ടു മൂവ് ക്വിക്ക്ലി. ടു മൂവ് ക്വിക്ക്ലി. എച്ച് അവിടെ ഉണ്ട് അല്ലേ? ഇനി നമുക്കിവിടെ എഴുതേണ്ടത് ഹറി. എച്ച് തന്നത് കൊണ്ട് HURRY, ഹറി. ടു ലുക്ക് സീക്രട്ട്ലി. അവിടെ നോക്കൂ, പിയും ഒരു പിയും 2 പി അവിടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ആ വേർഡ് എന്താണ്? പീപ്പ്. പീപ്പ്. PEEP. ഓക്കെ. നെക്സ്റ്റ്, പ്രസന്റ് സംതിങ് ഫോർ എ സ്പെഷ്യൽ ഡേ. എന്തെങ്കിലും സ്പെഷ്യൽ ഡേക്ക് കൊടുക്കുന്ന പ്രസന്റ്, അതിനെന്ത് പറയും? ജി തന്നിട്ടുണ്ട്, ഗിഫ്റ്റ്. GIFT. ടി അവിടെ ഉണ്ടായിരുന്നോ? GIFT, ഗിഫ്റ്റ്. ഇനി ആക്ടിവിറ്റി നമ്പർ 5 ബി ഉണ്ട്. ഡിസൈൻ എ പോസ്റ്റർ. ദ ഗോൾഡ് ഫിഷ് വാണ്ട്സ് ടു പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ ദ എൻവയോൺമെന്റൽ ഡേ സെലിബ്രേഷൻ ഇൻ ദ സീ പാലസ്. സീ പാലസിൽ എൻവയോൺമെന്റ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. ഹെൽപ്പ് ഹിം ടു പ്രിപ്പയർ ദ പോസ്റ്റർ. അപ്പോൾ ഗോൾഡ് ഫിഷിന് ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് ഈ കടലിൽ കൊണ്ടുവന്ന് വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യണതിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു അല്ലേ? അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ എഴുതിയാലോ? ഡോണ്ട് ഡംപ് വേസ്റ്റ്. ഇപ്പോൾ ഡോണ്ട് ഡംപ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് മാത്രം പോരാ. പോസ്റ്ററിന് ഒരു ചിത്രം വേണം, പിന്നെ അതുപോലെ ഹെഡിങ് വേണം. അപ്പം അതൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത്രയുമാണ് നമ്മുടെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. ഓക്കെ. അപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ സെലക്ട് എനി വൺ ഫ്രം ആക്ടിവിറ്റീസ് 4 and 5. 4 5 ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്താൽ മതി എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സെലക്ട് എനി വൺ ഫ്രം ആക്ടിവിറ്റീസ് 4 and 5. നിങ്ങൾ അങ്ങനെയാണോ ചെയ്തത് അതോ എല്ലാം ചെയ്യുകയാണോ ചെയ്തത്? എന്തായാലും നല്ല മാർക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.